ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ T20ക്ക് വേണ്ടിയാണ്. ആദ്യം നടക്കുന്നത് T20 ആണ്. ജൂലൈ 27-നാണ് ആദ്യ മത്സരം. സൂര്യകുമാറാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ. സഞ്ജു വിക്കറ്റ് കീപ്പറായിട്ട് ടീമിലുണ്ട്, അതുപോലെ ഋഷഭ് പന്തും. അപ്പോൾ ശ്രീലങ്കയുമായിട്ടുള്ള ആദ്യത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11നെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യകുമാർ ക്യാപ്റ്റനായപ്പോൾ ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനായി. അതുകൊണ്ട് ഈ രണ്ട് താരങ്ങളും എല്ലാ മാച്ചിലും ഉണ്ടായിരിക്കും. 3 T20 ആണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ആദ്യ T20യിൽ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളുമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. സഞ്ജു വൺ ഡൗണിലാണ് കളിക്കാൻ പോകുന്നത്. 4-ാം നമ്പറിൽ സൂര്യകുമാർ ബാറ്റ് ചെയ്യും. ഋഷഭ് പന്ത് ആയിരിക്കും 5-ാം നമ്പറിൽ. 6-ാം നമ്പറിൽ ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ഉണ്ടായിരിക്കും. പേസർമാരായിട്ട് ഹാർദിക് പാണ്ഡ്യ, ഹർഷദീപ് സിംഗ്, സിറാജ്. സ്പിന്നർമാരായിട്ട് അക്സർ പട്ടേലും സുന്ദറും ടീമിലുണ്ടായിരിക്കും. പുതിയൊരു T20 ടീമുമായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കാൻ പോകുന്നത്. ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയല്ലെന്നാണ് ആരാധകർ പറയുന്നത്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് പോലും പാണ്ഡ്യയില്ല. സൂര്യകുമാറിന് കീഴിലായിരിക്കും ഇന്ത്യ ഇനി T20യിൽ കളിക്കാൻ പോകുന്നത്. അടുത്ത 2026-ലെ T20 വേൾഡ് കപ്പിൽ സൂര്യയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഓപ്പണിംഗിൽ ജയ്സ്വാൾ ഉള്ളത് ഇന്ത്യക്ക് ഗുണകരമാണ്. രോഹിത് ശർമ്മയ്ക്ക് പകരം ഇനി ജയ്സ്വാൾ ആയിരിക്കും ഇന്ത്യയുടെ T20യിലെ പ്രധാന ഓപ്പണർ. അതുപോലെ ഗില്ലും നന്നായി കളിക്കുന്നുണ്ട്. സഞ്ജുവിനെ വൺ ഡൗണിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. സാധാരണ സഞ്ജുവിനെ ബാറ്റിങ്ങിന് അവസരം കിട്ടാറില്ല. ഇപ്രാവശ്യം സഞ്ജുവിനെ നേരത്തെ കളിപ്പിക്കാനാണ് BCCIയുടെ പദ്ധതി. നിലവിലെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും കൂടുതൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന താരം അത് സൂര്യകുമാറാണ്. അതുകൊണ്ട് സഞ്ജുവിനെ ഉറപ്പായിട്ടും പ്ലേയിങ് 11ൽ അവസരം കിട്ടും. അപ്പോൾ ശ്രീലങ്കയുമായിട്ടുള്ള ആദ്യത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ജയ്സ്വാൾ, ഗില്ല്, സഞ്ജു, സൂര്യ, ഋഷഭ് പന്ത്, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ഹർഷദീപ് സിംഗ്, സിറാജ്, രവി ബിഷ്ണോയ്, അക്സർ പട്ടേൽ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.